പ്രകാശ് ജി, ഈ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പുള്ളൊരു കോൺവെർസേഷൻ്റെ ബാക്കിയായിട്ട് ഞാൻ ചോദിച്ചു തുടങ്ങിക്കോട്ടെ. ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ഈ വിഷ്വൽ മീഡിയ. അതിനോട് സ്വാഭാവികമായിട്ടും അതൊരു ചോയ്സായിട്ട് എടുക്കുന്നൊരു കാലമല്ല ആ സമയത്ത്, മേ ബി ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത്. അവിടുന്ന് അതിനോടൊരു അട്രാക്ഷൻ തോന്നി, ഇതാണ് എൻ്റെ ഇടം എന്ന് തോന്നി ഒരു ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. പിന്നെ അതൊക്കെയാണല്ലോ. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അച്ഛൻ SD കോളേജിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്നു. അമ്മ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിലും ചില വാസനകൾ നാച്ചുറലായിട്ട് വരാമല്ലോ. എൻ്റെ അച്ഛൻ ആക്ച്വലി വാസ് എ ബ്രില്യൻ ആർട്ടിസ്റ്റ്. അറ്റ് ദി ഏജ് ഓഫ് 13-14 അൺബിലീവബിൾ വാട്ടർ കളറിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തതിലൊന്നും അധികമൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പില്ല. എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ അതിൽ ഒരു കോപ്പി ഇരിപ്പുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ 13 വയസ്സൊക്കെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ലൈറ്റ്, ഷാഡോസ്, ഗ്രേ, ബ്ലാക്ക്, അതൊക്കെ ആ സമയത്ത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തോന്നി. ബട്ട് ദി തിങ് ഈസ്, ഇൻ ഫാക്ട്, എൻ്റെയൊക്കെ സ്റ്റേജിൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് മേ ബി ഫോർ ഹിം ടു ഈവൻ acknowledge the fact that he is going to take this particular whatever connected to art and take it forward. അതൊക്കെ വാസ് ഇമ്പോസിബിൾ ഫോർ ദം ടു ഇമാജിൻ. നമുക്ക് ഒരു തെറ്റെന്നുള്ള രീതിയിൽ പറയല്ല, പക്ഷേ ഒരു ജീവിതം ഇതിൽ നിന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം കൂടെയായിരുന്നു. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഈ നാച്ചുറലായിട്ടുള്ള വാസന കൊണ്ടായിരിക്കാം. ഒന്ന്, ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് ഞാൻ ആ കഥ പറയുമ്പോൾ അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രകാശ് പറഞ്ഞ പോലെ അല്ലല്ലോ, എന്ത് രസമായിരുന്നു പറഞ്ഞത്. അപ്പം ഇതൊക്കെ വളരെ ഏർലി സ്റ്റേജിൽ നമുക്കപ്പോൾ ഒരു തോന്നലുണ്ടാവും, എനിക്ക് അഭിപ്രായങ്ങളുണ്ട്, എനിക്കൊരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്, അത് ഞാൻ പറയുന്നത് ആക്ച്വലി എഫക്റ്റീവ് ആകാറുണ്ട് എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞൊരു ഡിഫിക്കൾട്ട് സ്റ്റേജ് ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഡീപ്പായിട്ട് മ്യൂസിക് ഞാൻ നാച്ചുറലായിട്ട് മേശയിൽ കൊട്ടുന്നൊരു മനുഷ്യനാണ് ഫ്രം ചൈൽഡ്ഹുഡ്. ആൻഡ് യു ഗെറ്റ് ടു ഹിയർ എനി കൈൻഡ് ഓഫ് ലൈക്ക് എ ഗ്രൂവ് I can add on from very, very early stage. And these are things that you naturally get from somewhere. അപ്പോൾ മ്യൂസിക്കുമായിട്ട് എനിക്ക് ജസ്റ്റ് ടു സ്പെൻഡ് ടൈം വിത്ത് മ്യൂസിഷ്യൻസ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ബിക്കോസ് ദേ ഓൾവേസ് വെരി ഹാപ്പി, ഭയങ്കര ചിൽഡ് ഔട്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഈവൻ കോളേജിലുള്ള ബാൻഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എനി എക്സ്പോഷർ ദാറ്റ് യു ഗെറ്റ് വിത്ത് മ്യൂസിഷ്യൻസ്, whatever that you see. ഇന്നത്തെ പോലത്തെ എക്സ്പോഷറൊന്നും അന്ന് ഇല്ലല്ലോ, നമുക്കിന് പല ചാനൽസും കാര്യങ്ങളും ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ wanted to spend a lot of time with them. എനിക്കും ആക്ച്വലി വരയിൽ വാസനയുള്ളത് കൊണ്ട് എനിക്ക് കാർട്ടൂൺ അതിൻ്റെ ഡീപ്പ് ലെവലിൽ മനസ്സിലാക്കണം എന്നായിരുന്നു. അതേപോലെ വെദർ ഇറ്റ്സ് തിയേറ്ററിൽ ചെറിയ ചെറിയ നാടകങ്ങൾ അവിടെ എവിടെയൊക്കെ നടക്കുമ്പോൾ അതിലെന്തെങ്കിലും ആകാനുമൊക്കെ ആഗ്രഹങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും ഒരു രീതിയിലും കെൻ യു ഇമാജിൻ ഒരു ആർട്ടിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും ഇതുകൊണ്ടൊന്നും മുമ്പോട്ട് പോകില്ല, ഇവൻ എങ്ങനെയെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി ഇവൻ സർവൈവ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് മാത്രം ഒരു ഭയം. ബിക്കോസ് ഓൾസോ ഐ എം എ വീക്ക് സ്റ്റുഡൻറ്റ്. ഞാനങ്ങനെ വെരി ആവറേജ്, ഓക്കെ, ഔട്ട് ഓഫ് പ്രഷറിന് വേണ്ടി മാത്രമാണ് ക്ലാസ്സിലിരിക്കുന്നത്. ഒന്നും മനസ്സിലാവില്ല പറയണ പല കാര്യങ്ങളും. അപ്പോൾ ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി ഒരു ജോലി ഉണ്ടാകുക, ആൻഡ് ദെൻ ഹിസ് ലൈഫ് ഇസ് സേഫ് എന്ന് പറയുന്നൊരു ഗുഡ് ഇൻറ്റൻഷനിലാണ് നടക്കുന്നത്. ബട്ട് ദെൻ ദ തിങ് ഇസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയല്ലോ അവർ. അപ്പം ഈ നമുക്ക് പേഴ്സണലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് പേരുണ്ടാവും, എപ്പോഴും ഉണ്ടാവും, വേ യു ക്യാൻ ഓപ്പൺ ഔട്ട് ആൻഡ് ദെൻ ഐ ക്യാൻ ബി മൈ സെൽഫ്. എനിക്ക് കഥ പറയാം, മണ്ടത്തരങ്ങൾ പറയാം. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മുടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്. And I think very early stage, I thought it will be great to be in film industry because that's where you can spend time with musicians, actors, all kinds of technicians, artists,
റൈറ്റ്, പ്രൊഡക്ഷൻ ഡിസൈൻ, എല്ലാം ഒന്നിലുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് വാസ് എ സ്ട്രഗിൾ. സോ ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക സ്റ്റേജിൽ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാനൊരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ ന്യൂസ് പേപ്പറിലൊരു ഒരു ചെറിയൊരു ആർട്ടിക്കിൾ കണ്ടിട്ട് അവിടെ നേരെ പോയി ഞാൻ ഇൻ്റർവ്യൂവിന് പോവുകയാണ് ചെയ്തത്. സോ ദാറ്റ് വാസ് എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ആൻഡ് ഞാൻ ആദ്യം എനിക്ക് ജോലി ടൊറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽസിലായിരുന്നു. 1.5 വർഷം അവിടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈസറിൽ ജോയിൻ ചെയ്തു. ആൻഡ് ഐ തിങ്ക് ഐ മെയ്ഡ് fairly decent amount of money, which was my savings for my film career. കാര്യം നമ്മൾ ഒരു സ്ഥലത്ത് പോയി കുറേ നാളാരെങ്കിലും അടുത്തൊക്കെ ചോദിച്ചൊരു ഒരു എൻട്രി കിട്ടുക ആസ് എൻ അസിസ്റ്റൻറ്റ് വാസ് ഡിഫിക്കൽട്ട് ദോസ് ഡേയ്സ്. പക്ഷെ ആ സമയത്ത് എൻ്റെ ഫാദറിൻ്റെ ബ്രദർ വാസ് ഓൾസോ ആൻ ആക്ടർ. അദ്ദേഹത്തിൻ്റെ പേര് ജഗന്നാഥ വർമ്മ എന്നാണ്. അപ്പം എൻ്റെ ചിറ്റപ്പനാണ്, ഫാദറിൻ്റെ 2ാമത്തെ ബ്രദറാണ്. ഹിസ് ഡോട്ടർ, എൻ്റെ കസിൻ, ഗോട്ട് മാരീഡ് ടു എ ഫിൽം മേക്കർ വിജി തമ്പി. സോ അങ്ങനെ ഇൻഫാക്ട് ഐ ഗോട്ട് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് വൺ ഓഫ് ദ ഫിലിംസ് വിത്ത് ഹിം. പിന്നെ അതിന് ശേഷം ഞാൻ ഇസ്മയിൽ ഹസൻ എന്ന് വന്നിട്ട് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഫിലിമിൻ്റെ കണക്ഷനിൽ അങ്ങനെ പോയി. അതിനുശേഷം ലൂയി സാറുമായിട്ട് ഞാൻ കുറേ നാൾ ഇൻഫാക്ട് കാണാൻ പോയി അങ്ങനെ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത്. ഈ ആർട്ട് എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എവിടുന്നോ വരുന്നതാണ്. അപ്പോൾ ഈവൻ ഇൻ ടേംസ് ഓഫ് യുവർ വിഷ്വൽ സെൻസിബിലിറ്റി, യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കളേഴ്സ്, എസ്തെറ്റിക്സ്, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് യു ക്യാൻ, നമ്മൾ ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് യുവർ എക്സ്പോഷർ ടു ആഡ് മോർ ലെയേഴ്സ് ടു ഇറ്റ്. ഒരിക്കലും നമ്മൾ മുഴുവനായിട്ടൊന്നും ജീവിതത്തിൽ പഠിക്കില്ലെങ്കിലും ഐ തിങ്ക് യു ക്യാൻ ഷാർപ്പൻ യുവർ സ്കിൽസ് വെൻ യു മൂവ് ഫോർവേഡ് ബൈ ഡീലിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് ഇൻറ്ററാക്ടിങ് വിത്ത് പീപ്പിൾ ആൻഡ് എക്സ്പോഷർ ടു മെനി വിഷ്വൽ മീഡിയംസ്. അപ്പോൾ ഓൾസോ വിഷ്വലി ഓൾസോ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് അതിനോട് പ്രത്യേകമായൊരു കണ്ണുണ്ടാവും ഇൻ ടേംസ് ഓഫ് മൈ ടോൺ, മൈ കളേഴ്സ്. വിത്ത് ദാറ്റ് ഇഫ് ഐ ക്യാൻ ടെൽ എ സ്റ്റോറി, ബട്ട് സ്റ്റോറി ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഇൻ ദ ബിഗിനിങ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയൊക്കെയാണ് ഈ ഒരു അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സ്പേസിലേക്ക് എത്തണം. ആ ഒരു ഗ്രൂപ്പിനിടയിൽ പെട്ട് കഴിഞ്ഞാലും അവിടുന്ന് പ്രകാശായിട്ട് ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടെ ഇനിയും ഗ്രോ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നൊക്കെ, അങ്ങനെ ഒരു മെൻറ്ററോ അങ്ങനെ ഒരാളുണ്ടായിരുന്നോ? ഒരാളെ അങ്ങനെ പറയാനുണ്ടോ ഓർത്തിട്ട്? എല്ലാവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് യു ആൻഡ് ഡെസ്റ്റിനി വിച്ച് ഇസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ചില സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഞാൻ ഈ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടാവുക, കറക്റ്റ് സമയത്ത് നമ്മൾ ചിലവരെ കാണുക, അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ 3-4 പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി ഞാൻ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് കംപ്ലീറ്റ്. സോ വൺ ഇനിഷ്യൽ സ്റ്റേജസ് ഈ പറഞ്ഞ പോലെ വിജി തമ്പിയും ലോഹിതദാസും എല്ലാം കഴിഞ്ഞിട്ട് ഈ അഡ്വർടൈസിങ് സ്റ്റേജിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ 22-23 വർഷം, and that was the initial training where in fact my life completely flipped for many reasons. One is my career, that was VK Prakash, Trends Ad Films എന്നുണ്ട്. VK Prakash and NP Prakash എന്ന് പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ടൈമായിരുന്നു when I was assisting, because ക്യാമറയുടെ പുറകിൽ തമാശകൾ മാത്രം. It was so good at that time, so much of freedom, and I felt that I am something എന്നൊക്കെ തോന്നുന്നൊരു വലിയൊരു സ്പേസ് ആയിരുന്നു അത്, കോൺഫിഡൻസും. ബട്ട് ആസ് എ സെഡ് ഐ ഓൾവേസ് വാണ്ട് ടു ഗോ ആൻഡ് മേക്ക് ഫിലിംസ്. ദാറ്റ് വാസ് എ ഹ്യൂജ് തിങ്. അതുമാത്രമല്ല ചില ഓൾസോ സർട്ടൻ ബേസിക്സ് ഐ ഗോട്ട് ടു നോ അറ്റ് ദാറ്റ് സ്റ്റേജ്. VKP ആ സമയത്തൊക്കെ യൂസ് ടു ഷൂട്ട് മെനി ആ ഫിലിംസ് വിതൗട്ട് ലൈറ്റ്സ്. അഡ്വർടൈസിങ്ങിൽ വാസ് നോട്ട് എ കോമൺ തിങ്. ഒരു റൂമിൻ്റെ ആംബിയൻസ് ഒക്കെ വെച്ചിട്ട് ആ സമയത്ത് ഇതിങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യടാ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇൻ കമേഴ്ഷ്യൽസ് ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നും ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ. നമുക്കൊരു കാര്യത്തിൽ ഫേക്ക് ചെയ്യാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അത് അഡ്വർടൈസിങ്ങിന് കൂടുതൽ ഗുണം ചെയ്യും. ഒരു സിനിമ പോലെയല്ല, യു എക്സ്പെക്ട് ടു ബി ഗ്ലോസി. പക്ഷേ അങ്ങനെയൊക്കെ കുറേ, അപ്പം അങ്ങനെ 2-3 സ്റ്റേജ് ഞാൻ ഈ പറഞ്ഞ പോലെ കരിയർ അല്ലാതെ ഞാൻ ആ സ്ഥലത്ത് വെച്ചിട്ടാണ്
ഞാൻ സ്നേഹനെ ആദ്യമായിട്ട് കാണുന്നു. ഷി വാസ് ഓൾസോ ദേ. ആൻഡ് ദെൻ വി വർ ടുഗെദർ. 2000 we started Nirvana, and we got married 2004, and then that became the biggest influence in terms of anything and everything in life, building confidence. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വന്നൊരു സാഹചര്യം വെച്ചിട്ട് വെന്യൂ നമ്മളെ ഒരു വലിയൊരു സിറ്റുവേഷനിൽ ത്രോ ചെയ്യുമ്പോൾ you don't know how to behave, so just to be yourself and comfortable with yourself. It's all from her at that stage, and your bouncing board. And we are partners. She's producer, and she's also creative. So നമ്മളൊരു കാര്യം പറഞ്ഞാൽ വളരെ രൂക്ഷമായിട്ട് തന്നെ റിയാക്ടിങ്. I'll spend now almost 23 years in advertising. Okay, and this is not something which I really, എന്നെ സംബന്ധിച്ച് സിനിമ മാത്രമായിരുന്നു. സിനിമകൾ മാത്രമാണ് ആ സമയത്തെ കാര്യം. ലോങ് ഫോമാറ്റിൻ്റെ ഒരു സുഖവും അത് പറയുന്നൊരു രീതിയും അതിലുള്ള പോസസും ഗ്യാപ്സും ദ ടൈം യു ടേക്ക് ടു ടെൽ എ സ്റ്റോറി, നമ്മൾ കണ്ട സിനിമകളും അത് മാത്രമായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സ്റ്റേജിൽ നമ്മൾ ആരെങ്കിലും അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആൻഡ് യു ആർ വെരി യങ്, ഒരു ഫിലിമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പം 8-9 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവാം. അപ്പോൾ ആസ് എൻ അസിസ്റ്റൻറ്റ് യു ഹാവ് നത്തിങ് ടു ഡു. മനസ്സിലായല്ലോ, നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, വെറുതെ കൂട്ടുകാരൊക്കെ ആയിട്ട് കാര്യം ഉള്ള ജോലി വിടുകയും ചെയ്തു. പിന്നെ ഈ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ഇൻ എൻ ഏർലി സ്റ്റേജ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. നമ്മൾ ഏത് ട്രാക്കിലും പോകാം, ആൻഡ് അതങ്ങനെ പോകാം. സോ ഐ തോട്ട് മൂന്നാമത്തെ ഫിലിം അസിസ്റ്റ് ചെയ്തതിന് ശേഷം ഐ തോട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ഫിൽ ദ ഗ്യാപ്സ്. അടുത്ത ഫിലിം തുടങ്ങി എന്നെ വിളിക്കുന്നതിന് മുമ്പ്, ഇഫ് ദേ ആർ കോളിംഗ് മീ, അഡ്വർടൈസിങ് ഇസ് വെരി ഗുഡ്. കാര്യം ക്വിക്കാണ്. ഒരു മാസം ആണ് മേ ബി എ പ്രോജക്റ്റ് ഇൻക്ലൂഡിങ് പ്രീ പ്രൊഡക്ഷൻ, വാട്ട് എവർ ഡിപ്പെൻസ്. അപ്പോൾ ഒരു 3-4 ഫിലിംസ് എൻ്റെ ഇടയിൽ ഇഫ് ഐ ക്യാൻ ബി പാർട്ട് ഓഫ് ഇറ്റ്, ഒന്ന് എക്സ്പോഷർ. ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫിലിം മേക്കിംഗ്, പക്ഷേ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മീഡിയം, ഡിഫറെൻറ്റ് സ്കിൽസ് ഇൻ ടേംസ് ഓഫ് പുട്ടിങ് ദ സ്റ്റോറി ടുഗെദർ. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഇടയിലോട്ട് പ്യോർലി ടു ഫിൽ ദ ഗ്യാപ്സ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ദിസ് ഇസ് നോട്ട് കാര്യം. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ അറിയാമല്ലോ, വെൻ വി ഗ്രോ അപ്പ്, നമ്മൾ മലയാളം അല്ലാതെ ഒരു സംഭവം നമുക്ക് ആക്ച്വലി പറയാനായിട്ടുള്ളൊരു ഒരു ലാംഗ്വേജും പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല. നമ്മളത് എഫേർട്ട് എടുത്ത് പറഞ്ഞാൽ നമ്മളെ കളിയാക്കുകയും ചെയ്യും. സോ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അറ്റ് ദാറ്റ് ടൈം. നമുക്ക് വേണം എന്നുള്ള കാര്യം കൊണ്ടൊന്നുമല്ല, വി ആർ കംഫർട്ടബിൾ ടോക്കിംഗ് ഇൻ മലയാളം അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഓരോ മീറ്റിങ്സിനൊക്കെ പോയിരിക്കുമ്പോൾ ഞാൻ ഇത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല. കാര്യം ഇവരൊക്കെ എന്തൊക്കെയാണ് പറയണത് ഒന്നും മനസ്സിലാവണമില്ല. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടി, ഇവർ പറയുന്നതിനെക്കാട്ടിലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ബട്ട് ഐ കാൺ ആർട്ടിക്കുലേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഫലിപ്പിക്കാന്ന് അങ്ങനെ മെനി തിങ്സ് ഐ സെഡ് ഐ കാൺ ഡു ദിസ് ജസ്റ്റ് സിറ്റ് ആൻഡ് ടോക്ക് ആൻഡ് കൺവിൻസ് പീപ്പിൾ ലൈക്ക് ഇൻ ഇംഗ്ലീഷ് വിച്ച് ഐ ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് എന്ന് ഞാൻ ഐ സെഡ് നോ മേ ബി എൻ്റെ ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് സിനിമ തന്നെയാണ്. സിനിമയിലോട്ട് വരിക എപ്പോഴെങ്കിലും ദാറ്റ് ഐ എം ക്ലിയർ വിത്ത് മൈ സ്റ്റോറി, ആൻഡ് ദെൻ ഐ വിൽ കീപ്പ് ഓൺ ഡൂയിങ് ദിസ്. ഫിലിമിലും അസിസ്റ്റ് ചെയ്യുക, അഡ്വർടൈസിങ്ങിലും അസിസ്റ്റ് ചെയ്യുക. ഞാൻ 23 വർഷം ആൻഡ് ജസ്റ്റ് അഡ്വർടൈസിങ്. പ്രകാശ്, ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇത്രയും ചെറിയ ഫ്യൂ കിലോമീറ്റേഴ്സിൻ്റെ ഡിഫറൻസിൽ ഇത്രയും കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു സ്പേസാണ്. ഇവിടെ വന്നിട്ട് ഈ നാഷണൽ ബ്രാൻഡുകളൊക്കെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരെ, എങ്ങനെ, അതെങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്? ആ ഒരു കാര്യത്തിൽ ഇൻഫാക്റ്റ് ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ക്യാമ്പയിൻ, ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വരുന്നത് വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇതിൻ്റെ ഒരു വലിയ ഒരു ഭീകര കോൺവെർസേഷനും പ്ലാനിങ്ങും ലെയേഴ്സും bunch of people, they do it, and avarana the creative and the artists from the agency, like Ogilvy, Low, Mechanics, and these are big agencies. There are smaller agencies, mid-sized. Avarana in fact take it, and for an example, you
are the client and I am the agency, and you want to sell that watch. And then തീർച്ചയായിട്ടും പറയും ഇതൊക്കെയാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് യുണീക്ക്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ പീപ്പിൾ. അപ്പോൾ ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് എ സ്പോർട്സ് വാച്ച്, വിൽ സേ എൻ്റെ കാറ്റഗറി ഈസ് അറൗണ്ട് യങ്, ബിറ്റ്വീൻ 20 to 30. അവരെ ഇത് വാങ്ങിക്കുള്ളൂ. സോ ദിസ് ഇസ് നോട്ട് എ ക്യാമ്പയിൻ മെൻറ്റ് ഫോർ 60 years അല്ലെങ്കിൽ 80 വയസ്സുള്ളവർക്കോ 45 ഒന്നല്ല. എൻ്റെ കാറ്റഗറി 20 to 30 എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏജൻസി ക്രിയേറ്റീവ്, they basically plan the whole thing. Maybe they sometimes also they involve in designing the product, packaging, what artwork that you need for that packaging, outdoor publicity, hoardings, magazines, or whatever, all that they design. And then comes to the most effective and big medium, which is television, or today social media, which is the commercial, which is the film that you make. ആ സ്റ്റേജിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞൊരു വലിയൊരു ഭാരം എൻ്റെ ഷോൾഡറിലില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ തുടങ്ങിയത് എനിക്കൊരു ഫിലിം ചെയ്താൽ മതി. അത് 2 മണിക്കൂറോ 1 മിനിറ്റോ 10 സെക്കൻഡോ എനിക്കൊരു കഥ പറയാൻ പറ്റും. ഞാൻ ആ സമയത്താണ് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആണെങ്കിൽ അവർ ഇതിനെപ്പറ്റി വെറുതെ ഒരു ബെനിഫിറ്റ് പറയുന്നതിനെക്കാട്ടിലും അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനത്തെ ഭാഗ്യങ്ങളും ഇനിഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പല സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞ ഐ നീഡ് ടു ബിൽഡ് മൈ കൈൻഡ് ഓഫ് ഫ്രണ്ട്സ് ടു മേക്ക് എ സിനിമ എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ സമയം കിട്ടാഞ്ഞത് എവറി ടൈം എനിക്കിങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി വരും. ആൻഡ് ആ സമയത്തൊക്കെ പല സമയത്തും ഓപ്പർച്യൂണിറ്റീസ് വാസ് ജസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് എ ലൈനൊക്കെ ആയിരിക്കും. ചിലപ്പോൾ വിളിച്ചിട്ട് അവർ പറയും ദസ് എ ലൈൻ. അപ്പം ആ ലൈനിൽ എനിക്ക് ചിലപ്പോൾ ഒന്നും കിട്ടില്ല. സംടൈംസ് ഇതിലിപ്പോൾ എന്തിരിക്കുന്നു. തിരിച്ച് രാത്രി ഉറങ്ങുമ്പോൾ ധാരാളം കാര്യങ്ങൾ വരും. ദർ ഇസ് എ സ്റ്റോറി ഇൻ ഇറ്റ്. പലപ്പോഴും ഞാൻ പിറ്റേ ദിവസം വിളിച്ചത് ബ്രില്യൻറ്റ്, ഐ ക്യാൻ സീ തിങ്സ്, ലെറ്റ് മീ ജസ്റ്റ് പുട്ട് ദ ഫിലിം ടുഗെദർ. ചില സമയത്ത് ദേ ഓൾസോ റൈറ്റ് ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ്സ്. അതിൽ ശരിക്കും ഒരു ഫിലിം നമുക്ക് കാണാൻ പറ്റും. ദ ചാലഞ്ച് ഇസ് ഹൗ ഡു യു നരേറ്റ് ഇൻ സച്ച് എ ഷോർട്ട് ടൈം ബട്ട് സ്റ്റിൽ അതിൻ്റെ അകത്ത്. അപ്പം പ്രൊഡക്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നൊരു കാര്യത്തിനുപരി നമ്മൾ ഈ പറയുന്ന ചെറിയൊരു സ്റ്റോറി ടെല്ലിംഗ് വിത്ത് സം കൈൻഡ് ഓഫ് റിലേറ്റബിലിറ്റി. ചില നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാൻ കാര്യം പല കാര്യങ്ങളുണ്ടാവും. ഒന്ന് യു മൈറ്റ് റിലേറ്റ് or you really like it, ആ ഒരു സ്പേസ് നെവർ എക്സ്പീരിയൻസ് ബട്ട് ഐ വോണ്ട് ടു ബി ദെയർ ഓർ ഐ വോണ്ട് ടു ഓൺ ദാറ്റ് തിങ് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഉള്ളിലോട്ട് വരാൻ കാര്യം അതിൽ എവിടെയോ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അതുമായിട്ടൊരു കണക്റ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഇമോഷണലായിരിക്കാം, ഹ്യൂമറായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ വെറുതെ ഒരു കാര്യം നല്ലതാണെന്ന് പറയുന്നതിന് പകരം അന്നൊന്നും ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അറിയാതെ തന്നെ ഒരു നല്ല സ്റ്റോറി പറയാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ ആ സമയം അതായിരുന്നു ചേഞ്ച് ആ സമയത്ത്. ഫോർച്ചുനേറ്റ് ടു ബി ഇൻ ദാറ്റ് ടൈം. അപ്പോൾ എനിക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫുൾ സ്പേസ് എനിക്കൊരു ഗ്രൗണ്ട് പോലെ കിട്ടിയിരിക്കുക. ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് ടൈം. സോ അങ്ങനെ ഒരു ബ്രീഫിംഗ് വന്നു കഴിഞ്ഞാൽ ദെൻ ഐ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. ഓക്കെ, ഇറ്റ് ഈസ് വെരി സ്പെസിഫിക് ഫോർ ദിസ് ഏജ് ഗ്രൂപ്പ്, ദിസ് ടാർഗറ്റ് ഓഡിയൻസ്. ഇനി പക്ഷേ എന്നെ സംബന്ധിച്ചാണല്ലോ വളരെ റെയറായിട്ടാണ് അങ്ങനെയൊരു ഫോക്കസ് ചെയ്ത് ഞാൻ അങ്ങനെ ചെയ്ത സാഹചര്യം. എനിക്ക് എപ്പോഴും അത് ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമ കണ്ടും അവർ ചെയ്ത കാര്യങ്ങളും എല്ലാവർക്കും ഒക്കെ ആയിരുന്നു. എനി ഏജ് ഗ്രൂപ്പ് അക്രോസ് ഗ്ലോബലി ഇമോഷൻ എന്ന് പറയുന്നൊരു കാര്യം യൂണിവേഴ്സലാണ്. ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസ് ആർ ഓൾവേസ് ദെയർ ആസ് ലോങ് ആസ് യു ക്യാൻ കണക്ട് വിത്ത് ദ പേഴ്സൺ. എത്രയൊക്കെ ടെക്നോളജി മാറിയാലും യു ഡു എഡിറ്റ് സ്റ്റൈൽ, യു ഡു ദാറ്റ്, യു ഡു മ്യൂസിക്, യു കീപ് സൈലൻസ്, വാട്ട് എവർ, can you connect with that person? And that's something which will survive forever. And I truly believe in it. അപ്പോൾ അത് അഡ്വർടൈസിങ്ങിൽ ഒരു 30 സെക്കൻഡിൽ കൊണ്ടുവരാൻ പറ്റുമോ? അത് ചാലഞ്ചിങ് ആണ്. ചില സമയത്ത് ഒരു സ്ട്രേഞ്ചറെ നമ്മൾ വിളിക്കുമ്പോൾ അതൊരു സിനിമ പോലുമല്ല, ഒരു പരസ്യമാണ്. പരസ്യം അത് കണ്ടിട്ട് മൂവ് ചെയ്തിട്ട് വിളിച്ചിട്ട് ഐ ജസ്റ്റ്
ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തപ്പിക്കൊണ്ടിരിക്കാൻ ഇന്ന് അവസാനം കിട്ടി. ജസ്റ്റ് വോണ്ടഡ് ടു ടെൽ യു ഐ റിയലി ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന നിമിഷങ്ങളാണ് നമ്മളെ പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ രാവിലെ 5 മണിക്ക് കുളിച്ചിട്ട് പോകാൻ തോന്നിക്കുക. ഐ നീഡ് ടു ഡു സംതിങ് മോർ. യു ആർ പ്രൂവിങ് യുവർ സെൽഫ് അറ്റ് സം പോയിൻറ്റ്. യു ആർ ബിൽഡിങ് യുവർ ടീം സോ ദറ്റ് യു ക്യാൻ ആക്ച്വലി മേക്ക് ബെറ്റർ പ്രോജക്ട്സ്. ഇങ്ങനത്തെ ചില നിമിഷങ്ങളായിരിക്കും. അപ്പം ഞാൻ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്, വളരെ റെയറാണ്. മോസ്റ്റ്ലി സൗത്ത് അമേരിക്കയിലിരുന്ന് ഒരുത്തം കണ്ടാലും ഈ ഇമോഷൻ കണക്ട് ചെയ്താൽ മതി. ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല, ഒരു സ്ഥലം ഒരു പ്രശ്നമല്ല, ഒരാളുടെ സ്കിൻ കളർ ഒരു പ്രശ്നമല്ല, ക്ലോതിങ് ഒരു പ്രശ്നമല്ല, മ്യൂസിക് ഒരു പ്രശ്നം. എവറിത്തിങ് ഇസ് യൂണിവേഴ്സൽ ഇഫ് ഇറ്റ് ഇസ് റിലേറ്റബിൾ ആസ് ലോങ് ആസ് ദ ഇമോഷൻ ഇസ് ദർ. I truly believed in എപ്പോഴെങ്കിലും പോസിബിൾ ആണെങ്കിൽ ആ സാഹചര്യത്തിൽ ഐ മേക്ക് എ ഫിലിം വിച്ച് ഇസ് ഓക്കെ ഫോർ എനിബഡി. ഫ്രാൻസിലിരുന്ന ഒരാൾ കണ്ടാലും ഹി ഷുഡ് സ്മൈൽ അല്ലെങ്കിൽ ഫീൽ സംതിങ്. ശ്രമമാണ്, ചിലപ്പം വർക്കൗട്ടാവും, ചിലപ്പം യു മൈറ്റ് ലൂസ് ഇറ്റ്. ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യം, at one particular stage I got an opportunity to make my own film which is in advertising. ഞാൻ ആ എക്സ്പോഷറിൽ നിന്ന് ഉള്ള അതിൻ്റെ എലമെൻറ്റ്സ് എടുത്ത് മാത്രം ആണ് ഞാൻ ചെയ്തത്. വിച്ച് ഇസ് ഐഡിയ ആണെല്ലാം, ഒരു തോട്ടാണെല്ലാം. ഈ തോട്ട് നമ്മൾ എങ്ങനെയാണ് കൺവേ ചെയ്യുക? എൻ്റെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ മലയാളം സിനിമ തന്നെയായിരുന്നു. അത്ര സിമ്പിളായിട്ട് എങ്ങനെ നറേറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റോറി? അത്രയും ഇറ്റ് ഈസ് ഓൾസോ ഡിഫിക്കൽട്ട് ടു ഗോ ഡീപ്പ് ഡൗൺ ബോട്ടം ഓഫ് ഇറ്റ് ആൻഡ് ദെൻ യു നറേറ്റ് എ സ്റ്റോറി. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഫിലിം മേക്കേഴ്സിനും എല്ലാ റൈറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് അതിൽ വരും. അപ്പോൾ അതൊക്കെ യുണീക്കാണ്. അവരുടെ എന്തൊക്കെയോ അതിലുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാനൊരു ഒരു 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 സിറ്റുവേഷൻ, ഒരു ചെറിയൊരു സ്റ്റോറി ഞാനിപ്പോൾ സിത്താര അടുത്ത് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഞാൻ കണ്ട കാര്യങ്ങളെ ആയിരിക്കില്ല അതിൻ്റെ അകത്ത് ഉള്ളൊരു മരമോ അല്ലെങ്കിൽ ഞാനൊരു റോഡിനെ പറ്റി പറയുന്ന എൻ്റെ ഉള്ളിലെ റോഡ് സിത്താര കാണുന്നത് സിത്താരയുടെ എക്സ്പോഷറിലുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ വെൻ യു മേക്ക് എ ഫിലിം, സെയിം തോട്ട്, ഒരേ ഐഡിയ, വെൻ ഐ മേക്ക് എ ഫിലിം, എനിബഡി എൽസ്, അതൊക്കെ 10 ഡിഫറെൻറ്റ് രീതികളിലായിരിക്കും. കാര്യം അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവർ പരിചയപ്പെട്ട, അവർക്ക് ശരിക്കും അറിയാവുന്ന കാര്യങ്ങളും അവരുടെ എക്സ്പോഷറുള്ള കാര്യങ്ങളും, അത് ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് യൂണിക്, ബട്ട് ദ ഐഡിയ റിമെയിൻസ് സെയിം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്, ഫോർ എൻ എക്സാമ്പിൾ, ഞാൻ എൻ്റെ സ്കൂളിൽ മിക്കവാറും ദിവസങ്ങളിൽ ലേറ്റാണ്. അപ്പോൾ ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിലോട്ട് പോകുന്നൊരു ഇടവഴിയുണ്ട്. ഈ ഇടവഴി പോയി ആ സ്കൂളിനൊരു ഫ്യൂ മീറ്റേഴ്സ് മുമ്പ് ദർ ഇസ് എൻ ഓപ്പണിങ്. ആ ഓപ്പണിങ്ങിലൊരു പ്രിൻറ്റിങ് പ്രസ്സാണ്. അപ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു കവാടം പോലെയും അകത്തോട്ട് കുറച്ച് ഇരുട്ടാണ്. എന്നിട്ട് അതിൻ്റെ അകത്തൊരു 2-3 മെഷീൻസ് ഇരിക്കുന്നുണ്ട്. ക്ലക്ക് ടിക് ടക്ക് ടിക് ക്ലക്ക് ടിക്. ഇത് തന്നെ ഇങ്ങനെ ഇറ്റ് ഈസ് ലൈക്ക് എ ഗ്രൂവ്. അതിങ്ങനെ അതിൻ്റെ ലെവൽസ് കൂടും കുറയും. ആൻഡ് ഇത് 2-3 മെഷീൻസാണ്. ആൻഡ് യു ഹാവ് നോ ഐഡിയ ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് ഇറ്റ് ജസ്റ്റ് കംസ് ടുഗെദർ ത്രൂ ദ സ്പേസ്. ഞാനിങ്ങനെ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കും. 9:30 ഗേറ്റ് അടയ്ക്കും. ഭയങ്കര ഇത് കഴിഞ്ഞത് ഈ രാവിലെ കഴിഞ്ഞത് ഇത് കേൾക്കാൻ പറ്റില്ല. ഇവിടെ ചില ദിവസങ്ങളായിരിക്കും രാവിലെ ഓപ്പൺ ചെയ്തിട്ട് അവർ ചിലപ്പോൾ തുടങ്ങുക. ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു മിസ് ദാറ്റ്, റൈറ്റ്? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് നടന്നാൽ ഗേറ്റിലെത്തും. ഗേറ്റ് അടച്ചു കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ നമ്മൾ സ്കൂളിൽ ലേറ്റായി നമ്മൾ ഗേറ്റിൻ്റെ വെളിയിൽ നിൽക്കുമ്പോൾ ഒരു ആംബിയൻസ് ഉണ്ട്, ഒരു സൗണ്ട്, ഭയങ്കര സ്കെയറി അത്. കാര്യം നമ്മൾ ഒറ്റൊരാൾ, ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ സ്കൂളിലിരിക്കാൻ, ഓരോ ക്ലാസ്സിലും അവർ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ക്ലാസ് തുടങ്ങി കഴിഞ്ഞു, അങ്ങനെ പല. ഇതിൻ്റെ മുമ്പിൽ ഗേറ്റിൽ ഒറ്റൊരാൾ, സ്കൂൾ ഗ്രൗണ്ട് എംപ്റ്റി, ഒരു മേ ബി ഏതെങ്കിലും 1-2 പേര് ടീച്ചേഴ്സ് പോലെ നടക്കുന്നുണ്ടാവും. വലിയ ഗ്രൗണ്ട്, 3 ഫ്ലോർ ബിൽഡിങ്ങിനിങ്ങനെ, ഒരു എൽ ഷേപ്പ് ബിൽഡിങ്ങിനിങ്ങനെ പഠിത്തം നടക്കുകയാണ്. ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ പേടിച്ച് നിൽക്കുക. കാര്യം ഇനിയിപ്പോൾ 1 മണിക്കൂർ ഇവിടെ നിൽക്കണം, അല്ലാണ്ട് കേട്ടില്ല. സോ ഫോർ എൻ എക്സാമ്പിൾ ലെറ്റ് മീ ടെൽ യു, ഇങ്ങനെ ഒരു 100,000 കാര്യങ്ങൾ. ഞാൻ ഇന്ത്യൻ സ്റ്റീൽ അലയൻസിന് വേണ്ടിയിട്ടൊരു ക്യാമ്പയിൻ ചെയ്തപ്പോൾ
this was my film. It started off like this. It was also sound design film. ഈ സീക്വൻസിലാണ് ഞാൻ തുടങ്ങിയത്. And there are 100 examples, many films that which I can tell you that what അത് ഞാനായിരുന്നു, ഞാൻ ശരിക്കും കണ്ട കാര്യങ്ങളാണ്. ഈ സീക്വൻസൊക്കെ ഞാൻ മണാലിയിലാണ് ഷൂട്ട് ചെയ്തത്. ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് സെറ്റ് ഉണ്ടാക്കി. ദാറ്റ് സ്ട്രീറ്റ്, ഈ പറഞ്ഞ കവാടം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാക്ട് റെപ്ലിക്ക. ഞാനിപ്പോൾ എൻ്റെ സ്കൂളിലൊരിക്കൽ അവരെന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഐ ഷോഡ് ദ ഫിലിം and they just couldn't believe it's the same street that you're talking about many years later. അപ്പോൾ ഞാൻ പറയണേ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ കടന്നുപോയ കാര്യങ്ങൾ നല്ലതോ ചീത്തയോ ഒന്നും അറിയില്ല. ബട്ട് ഐ നോ വൺ തിങ് ദാറ്റ് ഐ എം വെരി കംഫർട്ടബിൾ ടു ബ്രിങ് ദാറ്റ് വിഷ്വൽ imagination, whatever, whether it's imagination, you always add little layers to it because you're telling a story, but it all comes from, if there's any possibility, what I've gone through. That can be from people, conversation with people, കണ്ട കാര്യങ്ങളാകാം. അപ്പോൾ എപ്പോഴും ഞാൻ കംഫർട്ടബിളാണ്. ബട്ട് ദെൻ ഐ ഫിഗേർഡ് ആ സമയത്തൊക്കെ ഭയങ്കര ഗ്ലോസി ആയിരുന്നു അഡ്വർടൈസിങ്. ഇറ്റ് ജസ്റ്റ് പ്രകാശ് വരുന്നതിന് മുമ്പുള്ള ഒരു സമയം, ആ സമയത്ത് ഭയങ്കര ഗ്ലോസി. ഇപ്പം ഗ്ലോസി ഒരു സ്റ്റൈൽ, ആൻഡ് അതർ സ്റ്റൈൽ വാസ് വെരി A4 ആപ്പിൾ സ്റ്റൈലായിരുന്നു. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് വെരി ഗുഡ് എന്ന് പറയുന്ന അഡ്വർടൈസിങ് ആയിരുന്നു അന്ന്. A4 ആപ്പിൾ, ഇതാണ് നല്ലതാണ് എന്ന് പറയുന്നതാണ്. നമ്മൾ അത് ഒരിക്കലും നമ്മുടെ ഉള്ളിലോട്ട് ഒരു രീതിയിലും കയറാനായിട്ടുള്ള ചാൻസസ് ഇല്ല. പക്ഷേ ദോസ് ഡേയ്സ് ഇറ്റ് വർക്ക്ഡ് വെരി വെൽ. കാര്യം ബിക്കോസ് ഓഫ് റിപ്പീറ്റഡ് വ്യൂയിങ് യു ഗോട്ട് ടു നോ ഓക്കെ ദർ ഈസ് എ ബ്രാൻഡ് ലൈക്ക് ദിസ്. അല്ലാതെ അത് ഒരു രീതിയിലും ഇറ്റ് വാസ് ജസ്റ്റ് നോട്ട് സ്റ്റിക്കിങ്. എന്തുകൊണ്ടാണ് ചില സിനിമ കണ്ടിട്ട് 5-8 ദിവസം ഞാൻ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണതിന്? വൈ കാൻ ഇറ്റ് ബി ലൈക്ക് ദാറ്റ്? You can bring in stories in advertising. Few people were already doing. And I do in my style and keep it basic. In the one that initially I enjoyed making it, but also was very difficult those days. Karyam ellarum adu used allatha oru samayathu pettannu ingante oru film kanumbo, even for the marketing people, it's very, very difficult for them to actually say, okay, approved. Karyam, this is not usual. When you break anything, it's difficult for people who spent money to say, okay, ഇത് ഓക്കെ ആണെന്ന് പറയുന്ന ഒരു ടഫ് സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ യു കീപ് ഡൂയിങ് വാട്ട് യു റിയലി എൻജോയ് മേക്കിംഗ് ഇറ്റ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ സാർ, ഇപ്പം ഹച്ചിലെ പഗ് ആണെങ്കിലും വോഡാഫോണിലെ സൂസു, അല്ലെങ്കിൽ കാഡ്ബറീസ്, നെസ്ലെ, ടൈറ്റൻ, ഇങ്ങനെ ഇതൊക്കെ ഓരോ ആളുകൾ, ഇപ്പോൾ ഞാനാണ് ആലോചിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു പെർട്ടിക്കുലർ ഏജ് പോലും റിമൈൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് റീകളക്ട് ചെയ്യുന്ന മെമ്മറീസായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഈ അഡ്വർടൈസ്മെൻറ്റ്സ്. എല്ലാ ആളുകൾക്കും അങ്ങനെയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകും, പാട്ടുകൾ പോലെയാണ്, തിരിച്ച് ആ ഒരു പീരീഡ് മൊത്തം നമുക്ക് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പം എപ്പോഴും ഏതൊരു സമയത്താണ്, ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇനിയും വർക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഐ എം റിയലി പ്രൗഡ് എന്നൊറ്റയ്ക്ക് ഇരുന്നിട്ട് അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്വല്പം അഹങ്കരിക്കുന്ന എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള? ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ഫിലിമിന് ഒരു പ്രോജക്റ്റ് ബേസിസോ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനോ ഒരു ഫിലിമോ നാച്ചുറലി അങ്ങനെ സത്യത്തിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചില മൊമെൻറ്റ്സിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഇൻഫാക്റ്റ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പ്രെപ്പ് ഉണ്ടാവില്ല. നമ്മളൊന്നും പ്രെപ്പ് ചെയ്യില്ല എല്ലാത്തിനും. ഒരു കൈൻഡ് ഓഫ് ഇമേജറി ദാറ്റ് യു ഹാവ്. ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് സൗണ്ട് ഡിസൈൻ ദാറ്റ് ഐ എം ഗോയിങ് ടു അപ്രോച്ച്. എനിക്ക് വേണ്ട ഒരു ക്യാരക്ടർ, സംതിങ് ലൈക്ക് ദിസ്, then I can tell that story powerfully in a short time. Still it looks like a cinema, പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് 60 സെക്കൻഡ് or 45 എന്ന് പറയുന്ന പല ഘടകങ്ങൾ നമ്മുടെ തലയിൽ കൂടെ പോകും. ഇവൻച്വലി നമ്മളൊരു പ്രോജക്റ്റ് തീർന്ന് അതിൻ്റെ ഫൈനൽ മിക്സിങ് സ്റ്റേജൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഐ ജസ്റ്റ് ഗോ ത്രൂ എവറി ലിറ്റിൽ സൗണ്ട് ബിക്കോസ് ഇറ്റ്സ് എൻജോയബിൾ ഫോർ മീ. ഞാൻ പണ്ട് പറഞ്ഞ പോലെ സൗണ്ട് മ്യൂസിഷ്യൻസ്, സൗണ്ട് എഞ്ചിനീയർ, അതൊക്കെ ബെസ്റ്റ് സെക്ഷൻ. ആ സെഗ്മെൻ്റൊക്കെ ഐ thoroughly എൻജോയ്. അപ്പോൾ ആ സമയം വരെ നമ്മൾ ചെയ്തിട്ടും because you go through so much of process and so many people,
ഇതിൻ്റെ ഡിഗ്രി ഒന്നിലേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും ചില കാര്യങ്ങളിൽ. ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കൂടിയിരിക്കാം. പക്ഷേ ആ കൂടിയത് നമ്മൾ ഹാപ്പിയാണ്. പക്ഷേ ഈ കുറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ ക്രിബ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ആ സൺ വാസ് ജസ്റ്റ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞൊരു ഒരു അല്ലെങ്കിൽ ആ പെർഫോമൻസ് വാസ് ജസ്റ്റ് നോട്ട് റൈറ്റ്. ഞാൻ ആക്ച്വലി ഇങ്ങനെ ബ്രീഫ് ചെയ്യരുതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഒന്നും കൂടെ മനസ്സിലാക്കി ഞാൻ ഐ തിങ്ക് ഐ ഓവർ ബ്രീഫ്ഡ്. ദിസ് ഇസ് നോട്ട് ദ കൈൻഡ് ഓഫ് ട്രാക്ക്. ഒരു മാസം കഴിയുമ്പോൾ വേറൊരു എന്തെങ്കിലും കേട്ടു ദിസ് ഇസ് ദ റൈറ്റ് വൈബ്. പക്ഷേ ഫിലിം ഓൾറെഡി ഓണേ എപ്പോഴും ഉണ്ടാവും. സോ ഇത് ഐ ഡോണ്ട് തിങ്ക് അറ്റ് എനി പെർട്ടിക്കുലർ പോയിൻറ്റ്. പക്ഷേ there were moments that you really think, wow, this is you are actually in pure creative space. നമ്മളൊരു കാര്യം ഒത്തുചേർത്തുണ്ടാക്കി കാണും. അതിനുള്ള നമ്മുടേതായിട്ടുള്ള ഇൻ്റലിജൻസും കോമൺ സെൻസും വെച്ചിട്ട് we've just set it up. Okay, whether it is an animal which you can't brief or like a 2-year-old kid which you can't sit and explain. ഇതൊന്നും ഒന്നും ബ്രീഫ് ചെയ്യാൻ പറ്റുമോ കഥേനെ പറ്റി? ഒന്നും പറ്റില്ലല്ലോ. കുറേ നേരം ഒന്നില്ലെങ്കിൽ ഡോഗ് or a cow or a 2-year-old baby, ഞാനൊരു 2-3 മണിക്കൂറായി just try to spend time, play around with them, whatever, just to understand the behavior pattern. And then നമുക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ട് പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. വെറുതെ കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് കഴിഞ്ഞ് പോകും. കുറേ നേരം ഞാൻ ചിലപ്പോൾ നടന്ന് എൻ്റെ പുറകെ നടക്കും എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ തലയ്ക്കകത്ത് കയറിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്യുക. പക്ഷെ ഉറപ്പില്ല, കാര്യം അറിയില്ല. അതേപോലെ തന്നെ ആയിരിക്കാം നമ്മളിപ്പോൾ ഒരു ലൈറ്റിംഗ് പാറ്റേൺ. ഞാൻ നോർമലി ലവ് ടു ഷൂട്ട് ജസ്റ്റ് സൺറൈസ് ഓർ ജസ്റ്റ് ബിഫോർ സൺസെറ്റ്. പല സമയത്തും എൻ്റെ ക്രൂ മിണ്ടാണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. പകൽ സമയത്ത് മുഴുവൻ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് ലൈറ്റിംഗ് ആണ് ഈ ഇഫ് ഇറ്റ് ഇസ് റിയലി നൈസ് ക്ലിയർ സ്കൈ. അത് സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ബിഹേവ് ചെയ്യുന്നൊരു പാറ്റേണും ഒക്കെ ടെലസിനിലൊക്കെ. ഈ ടെലസിൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ്, നമ്മൾ കളർ കറക്ഷൻ്റെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൊക്കെ വളരെ മിനിമം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഭയങ്കര റിയലായിരിക്കും, ഫേക്കായിട്ട് തോന്നുകയില്ല. ബിക്കോസ് ഇറ്റ്സ് മാജിക്കൽ. ഞാൻ ഈ പറഞ്ഞ പോലെ ബിഹേവിയർ അല്ലെങ്കിൽ ലൈറ്റിങ് അങ്ങനെ 100,000 കാര്യങ്ങളുണ്ട്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ എല്ലാം സെറ്റപ്പ് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും ഒരു പ്രത്യേകതരം ലൈറ്റ്, പൊട്ടിപ്പൊളിഞ്ഞ ആകാശം ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ബ്ലാക്ക് ക്ലൗഡ്സ് എന്തൊക്കെയോ വരും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ ഇപ്പോൾ ഐ എം എക്സ്പെക്റ്റിംഗ് ഫ്രം ദാറ്റ് ബേബി ഓർ ആൻ ആനിമൽ. അതിങ്ങനെ ഷൂട്ട് ചെയ്ത് പോയിട്ട് ആ മൊമെൻറ്റിൽ എന്തോ ഒന്ന് നടക്കും. അപ്പോൾ ഞാൻ പല സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കും, സംസാരിക്കാനായിട്ട് നോക്കും ആൾക്കാരുമായിട്ട്. പ്ലേ ദാറ്റ് ബാക്ക് അഗൈൻ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പിടിയില്ല എന്താ. ആൻഡ് ദാറ്റ്സ് ദ ഫിലിം. ആൻഡ് ഐ സെഡ് വി ഗോട്ട് ദ ഫിലിം. നമ്മളെല്ലാവരും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും വി ഓൾ വർക്ക്ഡ് ഹാർഡ്. എവ്രിബഡി ഇൻ സെറ്റ് പുട്ട് ഇൻ പ്ലാനിങ് ഓൾ ദാറ്റ്. വി ഡിഡ്ന്റ് പ്ലാൻ ഫോർ ദിസ്. അങ്ങനത്തെ സമയങ്ങളിലാണ് യു ഫീൽ proud and happy that you are part of this process which is not in your control. നമ്മുടെ കൺട്രോളിലില്ലാത്ത ചില കാര്യങ്ങൾ പല സമയത്തും. For an example, when you mentioned the dog film, of course it's a very old campaign. Still people talk about it. ഞാൻ അവരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, ഞാൻ 100,000 വേറെ ഫിലിംസ് why are you talking about? It's really old. പക്ഷേ because you mentioned that, let me tell you, അതിൻ്റെ അകത്തൊരു സെക്ഷൻ ഉണ്ട്. The only thing is that every shot ഒറ്റ പ്രോസസ്സേ ഉള്ളൂ. എവിടെ പോയാലും ഞാൻ ഫോളോ ചെയ്യും എന്നൊരു തോട്ട് മാത്രമാണ് എനിക്ക് തന്നെ. ഓഫ് കോഴ്സ് അല്ല, ആ തോട്ടിൻ്റെ ബലവും അത് തന്നെയാണ്. അപ്പോൾ ഒരു 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 ഡോഗ് ആൻഡ് എ കിഡ് വാസ് ദ ബ്രീഫ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഡോഗ് ആൻഡ് എ കിഡ് ആൻഡ് വെറെവർ യു ഗോ, ദാറ്റ്സ് എ മെസ്സേജ് വിച്ച് ഇസ് എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ഫോർ മീ ടു പ്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ഷോട്ടിലും ഫോളോ ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടാവണം. സിംപ്ലിസിറ്റി ഇൻ ടേംസ് ഓഫ് നാരറ്റീവ് ഉണ്ടാവണം. ആ സമയത്തുള്ള ഫിലിംസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര ഗ്ലോസിയാണ്. ടെലിഫോട്ടോ ലെൻസസ് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ്
colors and which is all pumped up fake things. All worked for whatever reasons, but I was not actually a huge fan of those things. അപ്പോൾ ചേർത്തലയിൽ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പണ്ട് ഓണം അല്ലെങ്കിൽ വിഷു കസിൻസൊക്കെ ഉണ്ടാവും. പക്ഷേ അച്ഛൻ ആലപ്പുഴയിലാണല്ലോ വീടൊക്കെ വെച്ചിട്ട് അവിടെ എസ്റ്റി കോളേജിൽ. ഈ ഒരാഴ്ച സമയം കഴിഞ്ഞ് കസിൻസും ഒക്കെ ഒരൊറ്റ പോക്കാണ്. അച്ഛനച്ഛൻ്റെതായിട്ടുള്ള പരിപാടികളുണ്ടാവും അവിടെ, ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇഷ്ടംപോലെ പറമ്പും കുളങ്ങളും ഒക്കെ അല്ലേ. ഒരു മടിയായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടി എന്തൊക്കെയോ ചെയ്ത് നടക്കുന്ന, എന്നിട്ട് തിരിച്ചു വന്ന് എവിടെ നിന്ന് എണീറ്റ് പോയോ രാവിലെ പലതും തേച്ച് കാണാം. രാവിലെ എണീറ്റ് പോക്കാം ഇങ്ങനെ, ആരുമില്ല, അതേ സ്ഥലത്ത് വന്ന് കിടന്നുറങ്ങാം എന്ന് പറയുന്നൊരു പാറ്റേൺ. ആൻഡ് മൈ ഫസ്റ്റ് ലൊക്കേഷൻ ഐ വാസ് ട്രൈങ് ടു ഇനിഷ്യലി ഞാൻ കേരളത്തിലാണ് നോക്കിയിട്ടുള്ളത് ആ ഫിലിമിൻ്റെ ലൊക്കേഷനൊക്കെ. പക്ഷേ ഇവൻച്വലി ഐ ഗോട്ട് സംവെയർ എൽസ്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ദാറ്റ് ഫിലിം ഇസ്, നത്തിങ് എൽസ്. അതിൻ്റെ അകത്ത് ഒരു ഗ്രാഫും ഇല്ല ആ ഫിലിമിൽ. ഞാൻ രാവിലെ എണീറ്റ് പോയി വന്ന് കിടന്നു, ഒരാൾ പുറകെ നടപ്പുണ്ടായിരുന്നു. പക്ഷെ ആ പുറകെ നടക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അവിടെ ക്യാമ്പയിൻ ഐഡിയയാണ്. ഐ എം ഫോളോയിങ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിലും ഡീറ്റെയിൽ ഉണ്ട്. ഇഫ് യു ലുക്ക് ബാക്ക്, ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയ വഴി കൂടെ പോയിക്കൊണ്ട് ചെറിയൊരു ബാരിക്കേഡ് ഉണ്ടാകുന്ന വയ്ക്കും, ഇത്ര പൊക്കത്തിലുള്ളൊരു. അപ്പോൾ നമ്മൾ ചാടിയേ പോവുള്ളൂ. കാര്യം യു ആർ മച്ച് ടോളർ ആസ് എ കിഡ്, 5-6 years old. And a dog that ഞാൻ ചൂസ് ചെയ്ത ഡോഗ് അന്നൊക്കെ അഡ്വർടൈസിംഗിൽ ഗോൾഡൻ റിട്രീവേഴ്സ്, ഓൾ ഗുഡ് ലുക്കിംഗ് ഫാഷനബിൾ ഡോഗ്സ് ഒക്കെയാണ് ഫിലിമിൽ. എനിക്ക് ആക്ച്വലി ശരിക്കും വളരെ സിമ്പിൾ ഒരു നോർമൽ ഒരു സ്ട്രീറ്റ് ഡോഗ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ്. ഒരു ചെറിയൊരു പട്ടിക്കുട്ടി, മോർ റിലേറ്റബിൾ, ദാറ്റ്സ് മീ. അപ്പോൾ അതുമായിട്ട് സാമ്യമുള്ള ഒരു ബ്രീഡാണ് ഫോക്സ് ടെറിയർ എന്ന് പറഞ്ഞിട്ട് ബ്രീഡ്. മാസ്കിലൊക്കെ ഉണ്ട്, ഒരു ഭയങ്കര എക്സ്പ്രഷനാണ്. നമ്മൾ റിയാക്ട് ചെയ്യണ പോലെയൊക്കെ റിയാക്ട് ചെയ്യും. സങ്കടം വരും, ചിന്തിക്കും, ദേഷ്യം കാണിക്കും, പിരിയം ചുളിക്കും. പക്ഷെ ഒരു സ്ട്രേ ഡോഗിനെ പോലെ ഇരിക്കണം, ചെറുതാണ്. ഇന്ത്യയിൽ നമുക്കന്ന് ഈ വലിയ ഈ ആനിമൽ ട്രെയിനേഴ്സിൻ്റെയൊക്കെ വലിയ സപ്പോർട്ട് സിസ്റ്റം ഒന്നും നമുക്കന്ന് ഉണ്ടായിരുന്നു. ബട്ട് അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ചെയ്യുന്നൊരവസ്ഥയൊന്നും ആയിരുന്നില്ല. സോ ഐ കെപ്റ്റ് എ സെക്കൻഡ് ഓപ്ഷൻ ആൻഡ് ദാറ്റ് വാസ് പഗ്, വിച്ച് ഇസ് ആക്ച്വലി അന്ന് അത്ര എക്സ്പോഷർ ഇല്ല. അപ്പം അങ്ങനെ വെക്കാനുള്ള കാര്യം ഈ ഒരു ഗ്രാഫിന് വേണ്ടിയായിരുന്നു. ഐ ഓൾവേസ് വോണ്ടഡ് എ സ്മോളർ ഡോഗ്. സോ ബോയ് ആൻഡ് എ ഡോഗ്. അപ്പോൾ അതിനൊരു ഒരു ഗ്രാഫ് ഉണ്ട്, ഈവൻ ഇഫ് ദ ആർ ദ സെൻറ്റർ ഓഫ് ദ ഫ്രെയിം, കോർണർ ഓഫ് ദ ഫ്രെയിം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഷോട്ടിലും ഇപ്പോൾ ഈ പറഞ്ഞ ബാരിക്കേഡിൽ വെൻ ഹി ജംപ്സ് ഇൻ, അവനിങ്ങനെ ഇട്ട് ചാടും. ഡോഗിൻ്റെ സൈസ് വളരെ ചെറുതാണ്, ഇതിൻ്റെ അടിയിൽ കൂടെ പോകാൻ ആവശ്യത്തിന് ഗ്യാപ്പ് ഉണ്ട്. ബട്ട് ഐ എം ലുക്കിംഗ് ഫോർ എ ഷോട്ട്, ദിസ് ഡോഗ് വിൽ ജംപ്. ബിക്കോസ് യു ജംപ്, ഐ വിൽ ജംപ്. യു സ്റ്റോപ്പ്, ഐ വിൽ സ്റ്റോപ്പ്. യു സിറ്റ്, ഐ വിൽ സിറ്റ്. യു സ്ലീപ്പ് flat on your back, I will sleep flat because I follow you. every shot അതിൻ്റെ ഒരു ആ ഐഡിയ ഷുഡ് റിഫ്ലക്റ്റ് ഇൻ എവറിഥിങ്. വൺസ് യു ഗെറ്റ് ദാറ്റ്, ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വെദർ ഇറ്റ്സ് കളേഴ്സ്, ലൊക്കേഷൻ, നൺ ഓഫ് ദോസ് തിങ്സ് മാറ്റർ ബിക്കോസ് യു ടോൾഡ് എ സ്റ്റോറി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ഒരു 7 മണി 6:45 ഒരു സ്റ്റെപ്സ്, ഐ വാസ് ഷൂട്ടിംഗ് സ്റ്റെപ്സ് ഇൻ ആസ്റ്റ്. ഹി വാസ് മൈ നെയ്ബർ. ജയറാമൻ എന്ന് 5 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ബാംഗ്ലൂരിൽ എൻ്റെ നെയ്ബറായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ലുക്കിംഗ് ഫേസ്. ഡിഫിക്കൽട്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. യു ഹാൻഡ്ലിങ് നേരത്തെ പറഞ്ഞ പോലെ ദർസ് എൻ ആനിമൽ, ദർസ് എ കിഡ്, വെദർ കണ്ടീഷൻ, എല്ലാം ഡിഫിക്കൽട്ടായിരുന്നു. ഓൾ കെയിം ടുഗദർ. അപ്പോൾ ഇവനൊരു തോടാൻ പറഞ്ഞു. ദാറ്റ് ഐ തിങ്ക് സം 15-20 സ്റ്റെപ്സ് അതൊക്കെ വെറ്റായിരുന്നു. വെറ്റ് ചെയ്തല്ല, നാച്ചുറലി തലേദിവസം. അപ്പോൾ ഞാൻ സ്റ്റെപ്സ് കണ്ടപ്പോൾ ഐ ജസ്റ്റ് തോട്ട് might work, you just run, let him run. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. And I had 2 cameras, close and wide. കാര്യം എപ്പോഴും നമ്മളൊരു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഓൾവേസ് ബെറ്റർ ടു ഗെറ്റ് another. ആദ്യത്തെ ടേക്കിൽ പോയിട്ട് ആൻഡ് വൺ സ്റ്റേജ് ഇവൻ സ്ലിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് വീണിട്ട് ചെറിയ ഓക്കെ ടൈറ്റ് ലെൻസ്, ആ ചെറിയ കാല് വെച്ചിട്ട് ഗ്രിപ്പ് ചെയ്തിട്ട് സമയം പോകാതെ ഇവൻ്റെ പുറകിലോട്ട് ഓടി. Which is not something that I have planned. And I said, film is done. This is one thing. And exactly, I think at least for 2 to 3 years, a lot of people called me and said, how did you manage that shot? There's nothing, that it just came.
ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഇങ്ങനെ പല സമയത്തും പലതുണ്ട്. പലതും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് വി മാനേജ് ടു ഗെറ്റ് ഇറ്റ്, ബട്ട് സംടൈംസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും. അതിലാണ് ദറ്റ് നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരം. യു ഫീൽ സോ പ്രൗഡ് ദറ്റ് യു ആർ പാർട്ട് ഓഫ് ദിസ് പ്രോസസ് ഓഫ് മേക്കിംഗ് എ ഫിലിം വിച്ച് ഇസ് ജസ്റ്റ് നോട്ട് ഇൻ യുവർ ഹാൻഡ്സ് ഓൾ ദി ടൈം. ഇപ്പം സാർ പറഞ്ഞ മാതിരി ഇത്രയും നാളിൻ്റെ ഒരു ചേഞ്ചിൽ കുറെ കൂടുതൽ ഇൻക്ലൂസീവ് ആവുക, അല്ലെങ്കിൽ ജെൻഡർ, അല്ലെങ്കിൽ ഇപ്പോൾ ബോഡി ടൈപ്സിനെ സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഡൈവേഴ്സിറ്റി ഒക്കെ കുറേ കൂടി അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഫീച്ചർ ഫിലിമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആഡ് ഫിലിംസിൽ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അങ്ങനത്തെ ഒരു ഡെലിബറേറ്റ് എഫേർട്ട് ഫിലിം മേക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമാണോ, അതോ ക്ലയൻസിൻ്റെ? ഒരാളവിടെ ഉണ്ടാവണം ടു സേ ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. It can come from a filmmaker. It can come from a writer from the agency. It can all start from a client saying that I want to do something like this. Let's just bring that thought. And enne sambandhichu I'll be always happy to be part of it if it is a genuine attempt. Advertising oru velliya oru because people know that you are selling. ഒരു സിനിമ ചെയ്യുന്ന പോലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ intention is almost pure. പക്ഷേ I will never get into a situation for publicity because he eventually selling a product. അപ്പം അതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി I am using is something I will go deep into it to understand, okay, this is a genuine approach that I am doing. This is not trying to be, it's 100% that I believe, client, everybody believe in it, and it's not a fake thing to get attention. Anganathe saayirathil it will be more pure. So I would rather, be part of a situation like that. ഇതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമ്പയിൻസിൽ ഒന്നാണ് ടൂറിസം, ലൈക്ക് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഓൾമോസ്റ്റ് ഓൾ. അതിനൊരു വലിയ പ്രിപ്പറേഷൻ ആവശ്യമില്ല, ആ ടെറൈൻ നമ്മളുടെ സ്വന്തമല്ല. സോ അതിനെങ്ങനെയാണ് അതിൻ്റെ നമ്പർ വൺ ഐ റിയലി എൻജോയ് ബിക്കോസ് പല സ്ഥലങ്ങളും നെവർ തോട്ട് ഓഫ് പാക്കിംഗ് മൈ ബാഗ്സ് ആൻഡ് ഗോയിങ് ദാറ്റ് ആൻഡ് യു എൻഡ് അപ്പ് യു നോ. So especially when I started off with Incredible India campaign, I think the first campaign which I did was around 65 days of shoot with 2 different schedule, more than a feature film schedule because it's a huge country. There's south, there's north, there's West Bengal, and ഒരു basic ഒരു storyline ഉണ്ടാക്കിയിട്ട് I have a crew which will travel with me, and every state or every city then I hire people so that they can be part of it, so you don't have to carry equipments ആയിട്ട് പോകണ്ട. ഇപ്പോൾ ഡൽഹിയിൽ പോയാൽ hire crew there from there, all the equipments from there in Bombay, in West Bengal it comes from Delhi again, അങ്ങനെയൊക്കെ. പക്ഷേ ചില സമയത്തൊക്കെ വൈകുന്നേരങ്ങൾ ലോക്കലായിട്ടുള്ള ആരുടെയെങ്കിലും കൂടെയൊക്കെ ഏതെങ്കിലും ഒരു കാടിൻ്റെ സൈഡിലൊക്കെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ സേ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് എൻ്റെ കൂടെ വന്നാൽ ഞാനൊരു സ്ഥാനം കാണിച്ചു തരാമെന്ന് പറയാം. ആണോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോവാണ്. എന്നിട്ട് അന്ന് രാത്രി ഇവിടെ കിടന്ന് രാവിലെ നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വാട്ട് ഇസ് ദിസ് പ്ലേസ് ആൻഡ് ദെൻ യു ട്രൈ ആൻഡ് ക്രാക്ക് എ സിറ്റുവേഷൻ ദേ. അങ്ങനെയായിരുന്നു ആ ജേർണി ആൻഡ് എനിക്ക് ഹരായി. സോ മോർ ദൻ ക്രിയേറ്റിംഗ് എൻ ഐഡിയ, മേക്കിംഗ് എ 30-second ad, my travel became so exciting that I could see my country ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യ കാണുക എന്ന് പറയുന്ന ഒരവസ്ഥ. ഞെട്ടിപ്പിക്കുന്ന കൾച്ചർ, ആൾക്കാർ, സ്ഥലങ്ങൾ, സ്മോൾ ടൗൺസ്, വുഡ്സ്, മൈ ഗോഡ്, ഇറ്റ് ഹരായി. Then I continued doing, and then post that again fortunate that possibly I think all state tourisms, Rajasthan, West. So apart from Incredible, then you are going detail to one specific, like Daman and Dew is something that I heard of. ഞാൻ പോയിട്ട് ഭീകരമായിരുന്നു. ഇങ്ങനെ ഇത് എവിടെയാണ് ഈ സ്ഥലം, what is this place? Then I asked with the ministry, I said, give me time because this is so beautiful. I need to clean up a lot of areas to make sure that everything is good, because it's clean, everything is good, but then lighting, there's not the time to shoot. എവിടെയോ ഒരു സ്ഥലം, and it's just after Bombay.
just how do you travel? What is this place? ഒരിക്കലും ഞാൻ അവിടെയൊക്കെ പോയിട്ട് 2 ദിവസം താമസിക്കാമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ എത്രയോ എക്സാം, വെസ്റ്റ് ബംഗാൾ ടൂറിസം, ആ വെസ്റ്റ് ബംഗാൾ എത്ര ഒരു മാസം ട്രാവൽ ചെയ്തിട്ടും എനിക്കൊരു I think 20% just couldn't capture. It's so huge. Kerala, Karnataka, so many places. ഇതിനകത്ത് തന്നെ കേരള ടൂറിസത്തിൻ്റെ ചെയ്യുമ്പോൾ എന്തായിരുന്നു അത് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് പേഴ്സണലാണ്, അത് ഭയങ്കര ഡീപ്പാണ്, അത് നമ്മൾ വളർന്ന സ്റ്റേറ്റാണ്, അതിനെപ്പറ്റി എല്ലാം നമുക്കറിയാവുന്നതൊക്കെ തന്നെയുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്കെല്ലാം കുത്തിക്കയറ്റാനും പറ്റില്ല. ആ സമയത്ത് അഗൈൻ ഈ പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. സ്റ്റാക്കായിരുന്നു ഏജൻസി, ബ്രില്യൻറ്റ് പീപ്പിൾ ഫ്രം ടൂറിസം ബോർഡ്. ഹരി വാസ് പാർട്ട് ഓഫ് ദ റൈറ്റർ ആൻഡ് യുവർ മൊമെൻറ്റ് ഇസ് വെയിറ്റിംഗ്, അതാണ് അതിൻ്റെ ലൈൻ. ഭയങ്കര ഡീപ്പ് ലെവലിലുള്ള കാര്യമാണ്. അപ്പോൾ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു അന്ന്. ഓൾസോ വാസ് ട്രൈങ് ടു കീപ് ദ മാർക്കറ്റ് as tourism spot. A lot of other people to come in, like Europeans. Okay, so we pitched it little higher, like like it's more spiritual, it's sensuous, it's much deep as a state, and I truly believe in that because it ഭയങ്കര layers ആണ്. അപ്പോൾ അത് അപ്രോച്ച് അതിനെ സംബന്ധിച്ച് ഈ പറഞ്ഞതിലൊക്കെ ഡിഫറെൻ്റ് ആണ്. കാര്യം ഐ നോ ലൈക്ക് വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് ഞാൻ പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇവിടെ എനിക്ക് വരും, പക്ഷെ അത് പോരാ, ഐ നീഡ് ടു ഗോ മച്ച് ഡീപ്പർ എന്ന് തോന്നി. അതുകൊണ്ടാണ് വി പിച്ച്ഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് തന്നെ ഇവിടെ ഉള്ളവർക്കോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്കോ ഒക്കെ കഥകളിയും വള്ളംകളിയും തെങ്ങും ഇതാണോ കേരളം? യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദാറ്റ്, ഇറ്റ് ഈസ് ഗ്രീൻ, ഓൾ ദാറ്റ്. Let's just go deeper. And I'm talking to bunch of people who eventually at that particular time നമുക്ക് വരേണ്ട ആൾക്കാരാണ് ഇവിടെ. ഇത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്, റെസ്പെക്റ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. And I'm communicating. So you will have negative reactions to this. Because my film is not going to be the greenest film, which is green, Kerala green. You just press one button, Google, you will get that image. നമ്മളായിട്ട് ഉണ്ടാക്കേണ്ടെങ്കിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. And it's God's own country. So let's just do justice at every stage. അപ്പോൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളിലും പല പുസ്തകങ്ങളിലും പലവരും വന്നു പോയ ഇൻഫർമേഷൻസൊക്കെ സ്റ്റാക്കൻ ഹരി തന്ന പല കാര്യങ്ങളിലും ഒക്കെ നമ്മൾ വായിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പം നമ്മൾ ഞെട്ടിപ്പോയ കാര്യങ്ങളുണ്ട്. ആൾക്കാരിവിടെ വന്നിട്ട് തിരിച്ച് വന്ന് ആ സ്പോട്ടിൽ കല്യാണം കഴിച്ചു. നോട്ട് ബിക്കോസ് ദാറ്റ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ദേ ഹവ് സീൻ. ആ സ്പോട്ട് നോർമൽ സ്ഥലമാണ്, ഒരു പാടത്തിൻ്റെ എവിടെയും കണ്ടാണ്. പക്ഷേ ഇൻ ദാറ്റ് സ്റ്റോറി ഇറ്റ്സ് റിട്ടൺ ദാറ്റ് ഈ പുള്ളി എക്സ്പീരിയൻസ് ചെയ്ത സൈലൻസ്, ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ബ്രീഫ്. Even after writing paragraphs, he said, I can't explain that moment which I crossed. And I decided to get married in that spot and came back in a year's time, got married in that. ഇങ്ങനത്തെ 1000 കഥകൾ അവർക്ക് പറയാൻ പറ്റണില്ല. ഞാൻ എങ്ങനെ ഫിലിം ചെയ്യും, പറയാൻ പോലും പറ്റണില്ല. സോ ഹൗ യു ബ്രിങ് ദാറ്റ് എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ 9-10 മാസം എടുത്തു ആ ഫിലിം സ്ട്രക്ചർ ചെയ്യാൻ. അതിൽ പിന്നെ ഇതേപോലെ 2-3 നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും ഒക്കെ ഞെട്ടിക്കുന്ന അവസ്ഥകൾ. ഈ തെയ്യമൊക്കെ നമ്മൾ ചെറുപ്പകാലത്ത് അറിഞ്ഞ അതിൻ്റെ ഒരു ഭീകര ആർട്ട് ഫോമും ഒക്കെ ഭീകരമാണ്. നമ്മൾ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ പോകുമ്പോൾ ഈ വലിയ ഹെഡ് ഗിയറൊക്കെ ആയിട്ട് പെർഫോം ചെയ്യണം. ഇടയ്ക്ക് പിക്ക് ചെയ്തിട്ട് ഒരാളുടെ അടുത്ത് വന്നിട്ട് കഥ പറയണം, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ വേറൊന്നും ആലോചിക്കാനില്ല, ഇത് ദൈവങ്ങൾ തന്നെയാണ്. ദിസ് ഇസ് ലൈക്ക് ദ തിങ്, ഗോഡ്. ഡിഗ്രിക്ക് ശേഷം ഒരിക്കൽ ഞാൻ കണ്ണൂർ എവിടെയോ പോയിട്ട് ഞാനൊരു ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ, ഇറ്റ് വാസ് ലൈക്ക് ഗോൾഡൻ ഗ്രാസ് ആൻഡ് ഐ വാസ് വാക്കിംഗ്. അവിടെ മേക്കപ്പ് മാത്രം ഇട്ടിട്ട് ലുങ്കി എടുത്ത് പെർഫോം 7 മണിക്ക് ശേഷമാണ് ഇരിക്കണം. ഞെട്ടിക്കുന്നൊരു ഇമേജറിയാണത്. നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നോർമൽ ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ബ്യൂട്ടിഫുൾ ദേ ആർ. എൻ്റെ അച്ഛനും
അച്ഛൻ്റെ ബ്രദേഴ്സും അവരൊക്കെ കഥകളി ചെറുപ്പം തൊട്ടേ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചേർത്തലയിലൊക്കെ കുടുംബ കോവിലകത്തിൻ്റെയൊക്കെ മുമ്പിലുള്ള വരാന്തയിൽ ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ തെങ്ങും തോപ്പൊക്കെയാണ് അപ്പുറത്ത് ചെറിയ അരമതിലുണ്ടാവും. അപ്പോൾ പലപ്പോഴും ഞാൻ ആൾക്കാരെ ശ്രദ്ധിച്ചു. അപ്പോൾ അച്ഛനൊക്കെ വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ബോഡിഡ് മുണ്ട് മാത്രം ഇട്ടിട്ട് ആ തിണ്ണയിലിരുന്നിട്ട് കത്തി വേഷമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ കാണിക്കും. നമ്മളൊക്കെ യൂസ്ഡാണ്. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ഇവരെല്ലാവരും ഒക്കെ വെറുതെ ഇരിക്കുമ്പോഴേ അവർ കൂട്ടത്തിലൊന്നുമല്ല, ഇപ്പോൾ ചെയ്യാനൊന്നുമില്ല, ആഹാരമൊക്കെ രാവിലെ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുക. അപ്പോൾ ആ സമയത്ത് കത്തി വേഷം രൂക്ഷമായ എക്സ്പ്രഷൻസൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു ഫോറിനർ അല്ലെങ്കിൽ എവിടെ നിന്നോ വന്നൊരാൾ ഈ മതിലിൻ്റെ അപ്പുറത്തൂടെ നടക്കുമ്പോൾ ഇതെന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്? ഇതൊക്കെ ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഞാനതിൽ. ബിക്കോസ് ഐ റിയലി വോണ്ട് ടു ഗോ വെരി ഡീപ്പ് ഇൻ ടു ഇറ്റ്. അത് സ്പെഷ്യലാണ് ആ പ്രോജക്റ്റ്. എന്നും ഞാൻ പറയാം, എന്നും. ഇപ്പോൾ ഇത്രയും നേരം കോൺവെർസേഷനിലൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, പ്രകാശ് എന്ത് പറയുമ്പോഴും ലോങ്ങർ നറേറ്റീവ് അല്ലെങ്കിൽ ഫീച്ചർ ഫിലിമിലേക്ക് ഓരോ സെൻറ്റൻസും ചെന്ന് അവസാനിക്കുന്നുണ്ട്. അവിടുന്ന് തുടങ്ങി ഇന്നിപ്പം എന്താ പറയുക, ഒരു സെലിബ്രേറ്റഡ് ആഡ് ഫിലിം മേക്കർ, നേരത്തെ പറഞ്ഞ മാതിരി ഇൻ്റർനാഷണലി ഫേമസ്, ക്യാൻസിന്ന് വരെ റെക്കഗ്നീഷനുള്ള ഒരാൾക്ക് വീണ്ടും സിനിമ എന്ന് പറയുക, വലിയ സിനിമ എന്നുള്ളൊരു സ്വപ്നം എങ്ങനെയാണ് അത് അങ്ങനെ മനസ്സിൽ ഇപ്പോഴും അതുപോലെ സ്ട്രോങ് ആയിട്ട് വെക്കുന്നത്? അത് മാറാണ്ട് നിൽക്കാനുള്ളൊരു റീസൺ എന്തായിരിക്കും? കാര്യം ഞാൻ അവിടുന്ന് തുടങ്ങിയതാണ്. അത് തന്നെ വേണമെന്ന് ആഗ്രഹിച്ച് ആ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണമെന്നും ഫോർ ഓൾ ദി മോർ റീസൺ ടു സ്പെൻഡ് ടൈം വിത്ത് പീപ്പിൾ ആൻഡ് ടെല്ലിങ് ലോങ് ഫോമാറ്റ്സ്. അത് എസ്പെഷ്യലി ഇത്രയും നാളും ഈ പറയുന്ന 7 സെക്കൻഡ് വരെ പോയൊരവസ്ഥയിൽ ഐ ജസ്റ്റ് വോണ്ട് ടു സീ മൈ സെൽഫ് നൗ. അന്ന് ഞാൻ ഇമാജിൻ ചെയ്ത പോലെ ആയിരിക്കില്ല. ഹൗ വിൽ ഐ എക്സിക്യൂട്ട് 2.5 hour ലോങ് ഫോമാറ്റ് സ്റ്റോറി നറേഷൻ? അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ? ആൻഡ് അതൊരു ഭയങ്കര, പിന്നെ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന പലവരും ഇൻഡസ്ട്രി ഈസ് ഓൾ ക്ലോസ്. നമ്മൾ അഡ്വർടൈസിങ് തന്നെയാണെങ്കിൽ എൻ്റെ DOPs ആർ വർക്കിംഗ് ഓൺ ഫിലിംസ്. അവരിടയ്ക്ക് ഇവിടെ ഉണ്ടാവും. അവർ എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ്, മൈ ആക്ടേഴ്സ്. It's just not, you're not directing a feature film, but it's like film. Appo the kind of excitement when you actually have conversations. And any good film, whether it's here or anywhere, if there's any possibility, I always try to make that attempt to call the makers. If I just don't get through, I'll send a text. And if there's a possibility, I'll have a conversation just to, to know, but chela sequence arikam, allengil overall, I always try to just anyone, okay, in Malayalam, I just try to open a conversation with them because it excites me. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവരുടെ തക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ 2 ദിവസം കുറച്ച് ഡിപ്രഷനിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിളിക്കായിരുന്നത്. കാരണം ചെറിയ എവിടെയോ മനസ്സിന് വിഷമവും തോന്നും when you see a person made a beautiful film. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു മാനസികമായിട്ട് നമ്മളതൊന്ന് റെഡിയാക്കണമല്ലോ. That's why I'm just calling after a few days. കാര്യം എനിക്ക് ശരിക്കും സങ്കടവും ഡിപ്രഷനും ഒക്കെ വരും നല്ലൊരു സിനിമ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത്. സോ ഐ ട്രൈ ടു കീപ്പ് ഇൻ ടച്ച് ഇഫ് ദർസ് എനി പോസിബിലിറ്റി. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു കാരണങ്ങളും ഇല്ല. എല്ലാ സാഹചര്യങ്ങളും ഇവിടുത്തെ ഏറ്റവും ബിഗസ്റ്റ് സ്റ്റാർസിൻ്റെ മുഴുവൻ ട്രസ്റ്റ് ഉണ്ടായിരിക്കും. ആര് വേണമെങ്കിലും പ്രകാശ് വർമ്മയുടെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഇരിക്കുമ്പോൾ വാട്ട് ഇസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ഡൂയിങ് ദാറ്റ്? ഇതൊന്നുമല്ല ഒരു നല്ല പ്രോസസ്സ് ഓഫ് ഫിലിം മേക്കിംഗ് ലോട്ട് കയറണമെങ്കിൽ ഈ പറഞ്ഞതൊന്നും അതുമായിട്ട് ബന്ധമില്ല. നത്തിങ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ആസ് എ സ്റ്റോറി ടെല്ലർ അറ്റ് ദിസ് പോയിന്റ്, നോട്ട് സംതിങ് വിച്ച് ഐ തോട്ട് 5 years back. At this point in front of me, these are the thought process. I am truly excited about this. കാര്യം this is the time to tell. ഇത് പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയേണ്ട, എന്നെ എക്സൈറ്റ് ചെയ്യുന്ന, ചാലഞ്ച് ചെയ്യുന്ന സ്പേസാണ് എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ ഹൂ ആർ ദ ടീം ദാറ്റ് ഐ ആം ഗോയിങ് ടു ഗെറ്റ് ഇൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ ലെയേഴ്സാണ്. ഇറ്റ്സ് ജസ്റ്റ് ലെയേഴ്സ്. It's just the story that you're ready to say, okay, this is the time to do this, and I have the right back end, like the hardcore, the writers and the
production designers, okay, you have no idea, they are huge. ഒരു സെറ്റിലെ മൂഡ്, ടോൺ, ഈവൻ എ സ്മോൾ ലിറ്റിൽ ചെയർ, അതൊക്കെ ഒരു ബ്രീഫ് ചെയ്യുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒക്കെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രൊഡക്ഷൻ ഡിസൈൻ. ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ബ്രീഫ് അത് മനസ്സിലാക്കി ചെയ്യുന്നതൊക്കെ. വി ടോക്ക് അബൌട്ട് ഡയറക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ് ആൻഡ് നൗ എ ഡേയ്സ് thankfully people are talking about editors. എന്തൊരു tedious ജോബാണ്, നോട്ട് നൗ ഈവൻ ബിഫോർ, tedious, it's like painful process. And people talk about saying അതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് so good that people are talking. അങ്ങനെ എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന് അറിയാം to make certain things happen. And when I know that okay, now it's ready, that this team is ready, that I'm going to enjoy the process of making this film than a burden or ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ I don't think അതിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വന്നാൽ ഞാൻ ഉണ്ടാവും. ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇവിടെ ഇരിപ്പുണ്ടൊരാൾ. അതെ, അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. കാരണം അത് ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ താങ്കളുടെ മാത്രമല്ല, അത് കണ്ടുകൊണ്ടിരിക്കണം ഞങ്ങളുടെ കൂടെ ആവശ്യമായതുകൊണ്ട്. ഈ പറയുന്നൊരു പ്രഷറിലാണ് പല സമയത്തും. കാര്യം നമ്മൾ ഏർലി സ്റ്റേജിൽ നമുക്ക് ഇന്നസെൻസ്. നമ്മൾ 15, 20, 25 ഒന്നും പ്രശ്നമല്ല, നമ്മളങ്ങോട്ട് ചെയ്യാണ്. ഇപ്പം ഈ പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പം അതിൽ നിന്ന് എങ്ങനെ ഡിറ്റാച്ച് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഒരു പ്രശ്നമല്ല. ഡു വാട്ട് യു തിങ്ക് ഇസ് റൈറ്റ്. എവറി ഫിൽം ഐ അപ്രോച്ച് ദാറ്റ്സ് വാട്ട് ഐ ഡു. വാട്ട് യു തിങ്ക് ഇസ് റൈറ്റ്. നമ്മൾ എങ്ങനെയെങ്കിലും ഇന്നസെൻസിലോട്ട് പോകാൻ നോക്കുകയാണ്. ഇൻഫർമേഷൻസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ബി ബേസിക്. ബട്ട് ഐ എം ഷുവർ ഇഫ് എവറിഥിങ് കംസ് നാച്ചുറലി, ഓർഗാനിക്കലി, ആൻഡ് ഒരു റൈറ്റ് ടൈം ഉണ്ടല്ലോ, and then you feel it's the right time and there's right energy around. Cinema ചെയ്യാം actually, Sithara. Any time I can do. In last few years, I can just jump into any levels of when you're talking about budgets or whatever. Fortunately, people trust. Cinema ചെയ്യാം. പക്ഷേ ഞാൻ if I'm investing that 3 years at this stage in my life, I really need to enjoy that process. It can be even small film or big film. It doesn't matter. I'm excited. And I'm sure it will happen soon. ഇത്രയും നാൾ ഇവിടം വരെ പോയില്ലേ, പല കാര്യങ്ങളും വന്നു ചേരട്ടെ, അത്രമാത്രമേ പറ്റുള്ളൂ. ബട്ട് യാ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.